നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിലിപ്പോൾ 1600 രൂപ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. പല ആളുകൾക്കും അടുത്ത മാസം മുതൽ പെൻഷൻ കിട്ടാൻ സാധ്യതയില്ല. സർക്കാർ തലത്തിൽ ഒരു അന്വേഷണം നടക്കുകയാണ്. അനധികൃതമായി ആരെല്ലാമാണ് പെൻഷൻ കൈപ്പറ്റുന്നത് നോക്കി അവരിൽ നിന്നെല്ലാം പെൻഷൻ ഒഴിവാക്കി ബാക്കിയുള്ള ആളുകൾക്ക് കറക്റ്റായി പെൻഷൻ കൊടുക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഓരോ പെൻഷൻ വാങ്ങുന്ന വ്യക്തികളുടെയും അടുത്ത് ഉദ്യോഗസ്ഥർ വരികയും നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിനുശേഷം നമുക്ക് പെൻഷൻ അനുവദിക്കണോ വേണ്ടോ എന്ന് തീരുമാനമെടുക്കുകയും ചെയ്യും. എന്തെല്ലാം കാര്യങ്ങളാണ് അവർ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ പെൻഷനുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലും നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പല പ്രാവശ്യമായി സർക്കാർ പറയുന്നു അനധികൃതമായി ഒരുപാട് ആളുകൾ പെൻഷൻ കൈപ്പറ്റുന്നു എന്ന്. അങ്ങനെ പെൻഷൻ കൈപ്പറ്റി കഴിഞ്ഞാൽ നമ്മൾ പെൻഷൻ വാങ്ങിയ പെൻഷനെ അടക്കം 18% പലിശയോട് കൂടി തന്നെ അവൾ തിരിച്ചടക്കേണ്ടി വരും. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അതിൽ ആദ്യമായി നോക്കുന്നത് വീടാണ്. 2000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് 1600 രൂപ പെൻഷൻ അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അത് മക്കളോ അല്ലെങ്കിൽ വേറെ ആരും എടുത്ത വീടാണെങ്കിലും സ്വന്തം പേരിലുള്ള വീടാണെങ്കിൽ അവർക്ക് ഇനി മുതൽ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുകയില്ല. അതുപോലെ തന്നെയാണ് സർക്കാർ പറഞ്ഞ മറ്റൊരു കാര്യമാണ് വീട്ടിൽ സ്വന്തമായി വാഹനമുണ്ടെങ്കിൽ, 4 ചക്ര വാഹനമുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ AC അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളുള്ള ആളുകളാണെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. കുടുംബത്തിൽ ഒന്നാകെ 1 ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകളാണെങ്കിൽ അവർക്കും പെൻഷൻ അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പെൻഷനിൽ നിന്ന് ഒരുപാട് ആളുകൾ അടുത്ത ദിവസങ്ങൾ തന്നെ ഒഴിവാകും. പെൻഷൻ ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായി അവരോട് പറയുക. അതുപോലെ തന്നെ എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള പഞ്ചായത്തിലോ അല്ലെങ്കിൽ നമുക്ക് വാർഡ് മെമ്പറെയോ ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുക. എന്നീ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് പുതിയ പെൻഷൻ അപേക്ഷിക്കാനും ഈ സമയത്ത് കഴിയുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് പെൻഷൻ 60 വയസ്സായിട്ടും അപേക്ഷിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ആളുകൾ, ചെറിയ വീട്ടിൽ താമസിക്കുന്ന, സ്വന്തമായി വാഹനമില്ലാത്ത കർഷകരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ അപേക്ഷിക്കാം. ഓൺലൈൻ വഴിയാണ് പെൻഷൻ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞ് അവർ അന്വേഷണം നടത്തിയതിന് ശേഷം അവർ പെൻഷൻ അപ്രൂവൽ ചെയ്യും. അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞ് നിർബന്ധമായിട്ടും മസ്റ്റിംഗ് പൂർത്തിയാക്കുക. മസ്റ്റിംഗ് പൂർത്തിയാക്കുന്ന ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ തുടർന്ന് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇതുവരെയും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകളുണ്ടെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും നൽകുക. അതുപോലെ തന്നെ 60 വയസ്സ് തികയാത്ത വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവർ പുനർവിവാഹിതമായിട്ടുള്ള എന്നൊരു സർട്ടിഫിക്കറ്റ് നൽകുക. അങ്ങനെ സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും യഥാസമയത്ത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഏകദേശം 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അടുത്ത മാസം പെൻഷൻ്റെ ഒപ്പം 1 മാസത്തെ കുടിശ്ശികയും അതുപോലെ തന്നെ പെരുന്നാളിന് 1 മാസത്തെ കുടിശ്ശിക നൽകാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോസ് നമുക്ക് നോക്കാം. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.